ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് ഷാർജയത്തെ അൽനൂർ ഐലൻഡ് എന്ന് പറഞ്ഞ ഐലൻഡിലേക്കാണ്. അപ്പോൾ ഇതിവിടെ ഷാർജ ടൗണിൽ തന്നെയാണ്, ബുഹേര കോർണിഷിൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. അവിടുന്ന് അവർ പറഞ്ഞത്, ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് അവർ പറഞ്ഞത് ബട്ടർഫ്ലൈ പാർക്ക് എന്ന് പറഞ്ഞൊരിതും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. കുട്ടികൾക്ക് നല്ല രസമായിരിക്കുന്നുണ്ട്. കുറേ ബട്ടർഫ്ലൈസ് ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് കാണാം എന്തൊക്കെയുള്ളതെന്ന്. ഈ ബ്രിഡ്ജ് ത്രൂ ആണ് നമ്മൾ ഈ ഐലൻഡിലേക്ക് പോകേണ്ടത്. അപ്പം ഈ ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് റോഡ് സൈഡിൽ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് വേണം ഇതിലേ നടന്ന് പോകാനായിട്ട്. അപ്പം ഇതാദ്യം നമ്മളിപ്പോൾ അത് കടന്ന വടുത എത്തുന്നത് ഈ ബട്ടർഫ്ലൈ പാർക്കിലേക്കാണ്. ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് ഫാമിലിക്കൊക്കെ നല്ല സ്പെഷ്യൽ റേറ്റ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ 4 പേര് ഉള്ളതുകൊണ്ട് 2 കിഡ്സും പിന്നെ നമ്മൾ 2 പേരും ആയതുകൊണ്ട് 120 ദിറംസ് ആയത് ഈ ബട്ടർഫ്ലൈ പാർക്കിൽ കയറാനായിട്ട്. ബട്ടർഫ്ലൈ പാർക്കിൽ കയറേണ്ടെന്നുണ്ടെങ്കിൽ 110 ദിറംസേ ഉള്ളൂ. പിന്നെ ഇൻഡിവിജ്വൽ റേറ്റ്സ് വേറെ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇതിപ്പോൾ ഒരു വലിയൊരു ഹാളിൻ്റെ അകത്ത് അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ് ബട്ടർഫ്ലൈസൊക്കെ വെച്ചിട്ട്. അതിന് വേണ്ട ഫ്രൂട്ട്സും ഇതൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കഴിക്കാനായിട്ടുള്ള. നല്ല ഭംഗിയായിട്ടുണ്ട് ഇത്. കുറേ ചെടികളും ഇതൊക്കെ ആയിട്ട് കണ്ടില്ലേ, അതാ ബട്ടർഫ്ലൈസൊക്കെ പറക്കുന്ന കണ്ടില്ലേ, മേലെ താഴെയൊക്കെ നമ്മളെ മേത്തൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട് നടക്കുമ്പോൾ. നല്ല രസമായിട്ടുണ്ട്. ചെടികളുടെ ഇടയിലും ഒക്കെ കുറേ ഉണ്ട്. പിന്നെ നിലത്തും കണ്ട നിലത്തും ഒക്കെ ഇരിക്കുന്നുണ്ട് കുറേ ബട്ടർഫ്ലൈസ്. നല്ല പല വെറൈറ്റീസ് ആയിട്ടുള്ളതാണ് ബട്ടർഫ്ലൈസൊക്കെ കാണുന്നത്. നല്ല വലുപ്പമുണ്ട് എല്ലാം. നല്ല കണ്ടോ, നിലത്ത് കണ്ടോ പലതരം പല കളേഴ്സിലുള്ള ബട്ടർഫ്ലൈസ് ഇരിക്കുന്നത്. അപ്പോൾ അവർ സൂക്ഷിച്ചിട്ടാണ് ഡോറ് തുറക്കുന്നൊക്കെ, പറന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ആൾക്കാരെ വെച്ചിട്ടാണ് കയറ്റുന്നത്. അവിടെ മെയിൻ ഡോറിൽ തന്നെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. നല്ലൊരു ഇതിലുണ്ട് കണ്ടോ. സൂക്ഷിച്ചിട്ടാണ് നിൽക്കുന്നത്. നിലത്ത് നമ്മൾ നടക്കുന്ന വഴിയിലൊന്നും നിലത്ത് ഇരിക്കുന്നില്ല. തെറ്റത്തൊക്കെ ഈ ഗ്ലാസിൻ്റെ ഒക്കെ തെറ്റത്താണ് പോയി ഇരിക്കുന്നത് ഇങ്ങനെ നിലത്ത്. മേലെ കുറേ എണ്ണം ഉണ്ട് പറക്കുന്നത്. പിന്നെ ഓരോ ഫ്രൂട്ട്സൊക്കെ തൂക്കിയിട്ടത് കണ്ടില്ലേ, അതവിടെയൊക്കെ പൈനാപ്പിളും ഇതൊക്കെ ഒരു ടേബിളിൽ വെച്ചിട്ടുണ്ട് അവരതാ. ഓറഞ്ച്, പൈനാപ്പിള്, പിന്നെ പഴം മുറിച്ചിട്ട് അതിൽ ചുറ്റും അത് വന്നിരിക്കുന്നുണ്ട് കണ്ടില്ലേ. സ്ലൈസായിട്ട് മുറിച്ച് വെച്ചത് അവർ നന്നായിട്ട്. ഇതാണ് ഔളായിട്ട് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ബുക്കിൽ വായിച്ചിട്ടുണ്ട്. ഈ ബട്ടർഫ്ലൈൻ്റെ പേര് അതാണ് മേലെ കാണുന്നത്. ഇതിങ്ങനെ അതിൽ നിന്ന് ജ്യൂസ് കുടിക്കുന്ന നല്ല ഭംഗിയില്ലേ. അവിടെ കുറേ ഓറഞ്ചൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് അവർ. ഈ 2 ട്രീസിൻ്റെ കൂടെ അങ്ങനെ ഒരു കയറ് കെട്ടിയിട്ടൊക്കെ പല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ട ഫ്രൂട്ട്സും ഇതൊക്കെ. ഇവിടെ ഇപ്പോൾ എത്രയോ കാണാനായിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇറങ്ങുന്നത് പുറത്തേക്കാണ്. അപ്പം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറേ പാർക്കുമാതിരി നമുക്ക് നല്ല നടന്ന് കാണാനായിട്ടുണ്ട്. ബട്ടർഫ്ലൈ പാർക്ക് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ. അപ്പോൾ ഇങ്ങനെ കുറേ നടക്കാനായിട്ട് കുറേ സ്ഥലങ്ങളുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ
ഇവിടെ ആകെ ഒരു പച്ചപ്പ് ആണ്, ഫുൾ ചെടികളായിട്ട് നല്ല ചോലയുണ്ട്, നല്ല സുഖമുണ്ട് നടക്കാനായിട്ട്. ഈ ബ്രിഡ്ജൊക്കെ നല്ല രസമായിട്ടില്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ ഈ സ്ഥലം കാണാൻ. അപ്പോൾ ആ പാർക്ക് അതിൻ്റെ അകത്തുള്ള ക്ലോസ്ഡ് ഏരിയ മാത്രമല്ല, അതിനോട് ചുറ്റിലും കുറേ കാണാനായിട്ടുണ്ട്. ഈ ബ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ അങ്ങോട്ട് കടന്നപ്പോൾ ഈ ഏരിയയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതൊരു കോർണിഷിൻ്റെ ഇതാണ്, പക്ഷേ ഈ ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കും, അങ്ങോട്ട് പോകരുത് എന്നവർ പറഞ്ഞത്. പണി മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ കുട്ടികളൊക്കെ അങ്ങോട്ട് പോകാൻ കുറച്ച് ഡേഞ്ചറസ് ആണല്ലോ, അതുകൊണ്ടായിരിക്കണം, അറിയില്ല. അപ്പോൾ അങ്ങോട്ട് പോയി നിന്നിട്ടൊക്കെ നല്ല രസമായിരിക്കും ശരിക്കും അതിലേ നടക്കാനായിട്ട്, ഈ കോർണിഷിൻ്റെ സൈഡിൽ കൂടെ. പക്ഷെ അതിപ്പോൾ ക്ലോസ്ഡ് ആണ്, പക്ഷെ നമുക്കിങ്ങനെ കാണാം അങ്ങോട്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു ഫുള്ള് മരങ്ങളൊക്കെ നട്ടതുകൊണ്ട് കാണാൻ പറ്റില്ല. ഈ ഒരു ഏരിയയിൽ അങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. ഇതിലേ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് നാട്ടിലെ ഓരോ പാർക്കൊക്കെ ഓർമ്മ വരും. ശരിക്കും കിളികളുടെ ഒച്ചയും ഫുൾ പച്ചപ്പും ഇതൊക്കെ ആയിട്ട് എന്ത് രസത്തിലാണ് അവർ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ച്, നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ പച്ചപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ തെറ്റിദ്ധരിച്ചു ആക്ച്വലി ഇതൊരു ഡെസേർട്ടാണോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ എന്ത് രസത്തിലല്ലേ അവരിതൊക്കെ ഇതാക്കി വെച്ചത്. നല്ല പോലെ വെള്ളവും ഇതൊക്കെ കൊടുക്കുന്നതുകൊണ്ടേക്ക് നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ട്. ശരിക്കും നമ്മളെ നാട്ടിലൊക്കെ ഉള്ളൊരു ഇതുമാതിരി തോന്നുക, അത്രയും പച്ചപ്പും ഇതൊക്കെ ആയിട്ട് തന്നെ. പിന്നെ ഇങ്ങനെ ഇതിനോരോ പേരൊക്കെ ഇട്ടിട്ട് അവർ അതിനെ പറ്റിയിട്ട് ഓരോ പ്ലാന്റ്സിനെ പറ്റിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനെ ഓരോ ബോർഡുകളും ഇതൊക്കെ കാണാം. പിന്നെ ഇങ്ങനെ ഓരോ തടാകം മാതിരി പോണ്ട് മാതിരിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ. ഇത് കണ്ടില്ല, ഒരു പോണ്ട് ഉണ്ടാക്കി വെച്ചാണ്. ഇതിലിങ്ങനെ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് നടക്കാം, ഇതിലേ അങ്ങോട്ട് ഇത് കൂടെ അങ്ങോട്ട് നടന്ന് അവിടേക്ക് എത്തും. അപ്പോൾ ഈ ബട്ടർഫ്ലൈ പാർക്കിൻ്റെ ലെഫ്റ്റ് സൈഡ് മുഴുവൻ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞ് ആ എൻഡ് വരെ കവർ ചെയ്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് നടക്കുന്നത്. പിന്നെ അവിടെയും ഇതേമാതിരി ഒരു കുറേ നടക്കാനുള്ള ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് നടക്കുമ്പോൾ അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട്. പിന്നെ കുറച്ച് റോപ്പ് വേ മാതിരി ഇങ്ങനെ വലിയ ആൾക്കാർക്ക് നടക്കാനായിട്ടുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഇത് വാഷ്റൂമാണ്. ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് വേറെ എന്തോ കാണാനുള്ള സ്ഥലം വെച്ചും കൊണ്ട് നടന്നതായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് വാഷ്റൂം തന്നെ.
അത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഒരു സീഡീൻ്റെ ഒരു ഇതുമാതിരി ഉണ്ട് കാണാനായിട്ട്. പിന്നെ ഇതൊരു റെസ്റ്റ് ഏരിയ മാതിരി വെറുതെ ആൾക്കാർക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ളൊരു സ്ഥലമാണ്. നല്ല ഭംഗിയായിട്ടുണ്ട്. ലൈറ്റിങ്ങും കുറേ ഇരിക്കാനുള്ള സ്ഥലം, കുഷൻസൊക്കെ ആയിട്ട്. ഇത്ര ഏരിയ ഉള്ളത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.